ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഇവിടത്തേന്നുമല്ല, നമ്മുടെ അമേരിക്കയിലെ ഒരു ജയിലിനെ കുറിച്ചിട്ടാണ്. സീകോഡ് എന്നാണ് ആ ജയിലിൻ്റെ പേര്. ഞാനിവിടെ പടം കൊടുത്തേക്കാം. അതിൻ്റെ സവിശേഷതയും എന്തുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡേഞ്ചറായ ആൾക്കാരെ കൊണ്ടിട്ടേക്കുന്ന ജയിലാണ്. ഭയങ്കരമായിട്ട് കുറ്റകൃത്യം ചെയ്ത ആൾക്കാരെ കൊണ്ടിട്ടിരിക്കുന്ന ജയിലാണ് ഈ സീകോഡ് ജയിൽ. അത്രത്തോളം അവർ ആ നാട്ടിൽ ക്രൂരകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവർ ചെയ്തതിനനുസരിച്ച് അവരൊരു സിമ്പലുണ്ട്, അവരുടെ ദേഹത്ത് ടാറ്റു ചെയ്തിട്ടുണ്ട്. നിങ്ങളിത് നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ കാണാൻ കഴിയും. പിന്നെ പല രീതിയിൽ 666 3 അങ്ങനെ പിന്നെ 18 വരത്തക്ക രീതിയിൽ എന്തെങ്കിലും സിമ്പൽ. പിന്നെ കൊന്നവർക്കുള്ള സിമ്പൽ എന്ന് വെച്ചാൽ ഇങ്ങനെ കരയുന്ന, എത്ര തുള്ളി അത്രയും പേരെ അവർ കൊന്നിട്ടുണ്ടെന്നർത്ഥം. അതാണ് മെയിൻ ആൾ. അങ്ങനെ പിന്നെ ഇതിൻ്റെ ഓർഡർ കൊടുക്കുന്ന വ്യക്തികൾ, അങ്ങനെ അവർക്ക് ഓരോരോ സിമ്പലുണ്ട്. അപ്പോൾ അത്രയും ക്രൂരകൃത്യങ്ങൾ പെരുകിയത് കൊണ്ട് 2015 പിന്നെ അന്ന് അവിടുത്തെ പ്രസിഡൻ്റായിട്ട് വന്ന നയീബ് ബുക്കേല എന്ന് പറഞ്ഞ ആളെന്തി ഇതിനെതിരായിട്ട് പോരാട്ടം നടത്തി. കാരണം ഈ ലോകത്തിലെ ഏറ്റവും വലിയ അക്രമാസക്തമായ രാജ്യമായിട്ടാണ് ഈ രാജ്യം അറിയപ്പെട്ടിരുന്നത്. അതായത് അമേരിക്കയിലെ എൽ സാൽവഡോർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത്. 2022 എന്ത് ചെയ്ത്, നാഷണൽ കോൺഗ്രസിൻ്റെ സഹായത്തോടുകൂടി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ആ സമയത്ത് 70,000 തടവുകാരെ തടവിലാക്കി. കാരണം ഈ ഇത്രയും അക്രമാസക്തമായ, ഇത്രയും ക്രൂരന്മാരായ ആൾക്കാർ ഒരിക്കലും അടിയന്തരാവസ്ഥ എന്ന് പ്രഖ്യാപിച്ചാലൊന്നും അടങ്ങിയിരിക്കില്ലല്ലോ. അവരെല്ലാം പുറത്തിറങ്ങി കളിക്കുമ്പോൾ എന്താക്കും, പിടിച്ചുകൊണ്ട് പോകും. അങ്ങനെ അവരെ കൈ കിട്ടി 70,000 പേരെ പിടിച്ചുകൊണ്ട് ജയിലിൽ കൊണ്ടിട്ടു. ജയിലിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. 2015 106.3% കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ 2022 78% ചുരുങ്ങി. അപ്പം അതിനർത്ഥം പുറത്ത് ഇനിയും ഇവരുടെ ഗുണ്ടകൾ വേറെയും പുറത്തുണ്ടെന്നർത്ഥം. പിന്നെ ഇവരെ കാണാനായിട്ട് ഇവരെ ഈ ജയിലിൽ പിടിച്ചിട്ടതിന് ശേഷം ഇനിയാണ് അടിപൊളി കേൾക്കാൻ പോകുന്നത്. അവരെ ആരെയും കാണാൻ അനുവദിക്കില്ല. ഇവർ ഈ ജയിലിനകത്ത് ഇവർക്ക് കട്ടിലിന് പകരം കൊടുക്കുന്ന ഒരു സ്റ്റീല് പോലത്തെ ഒരു സംഭവമാണ്. അതിൽ കടന്നോളുക. തട്ടുകെട്ടിൽ തന്നെ, മറ്റേ കട്ടിലില്ല, അത് തന്നെ തട്ടുകെട്ടിൽ. പിന്നെ അപ്പിയിടുന്ന മൂത്രം ഒഴിക്കുന്നതെല്ലാം തമ്മിൽ ഒരു ടോയ്ലറ്റ്, അന്നേരം ടോയ്ലറ്റ് ഉണ്ടാവണം. ഇതെല്ലാവരും തമ്മിൽ കണ്ടോളുക. ഇതെല്ലാം പബ്ലിക്കാണ്. ഇതിന് മാത്രം ശിക്ഷകന്മാർ കിട്ടാനില്ല എന്നൊന്ന് ഓർക്കണേ. പിന്നെ ഇവർക്കുള്ള ഫുഡ് 3 നേരത്തേക്കും അത് അളന്നാണ് കൊടുക്കുന്നത്. അത് ഇത്ര ഗ്രാം എന്ന് പറയുന്നത്. എനിക്ക് കൊണ്ട് എത്ര ഗ്രാമാണ്, ഇച്ചിരിയേ ഉള്ളൂ. എനിക്ക് കൊണ്ട് ഒരു നൂഡിൽസ് തന്നെ 5-6 പേർക്ക് ഒരു കുഞ്ഞ് 10 രൂപേൻ്റെ നൂഡിൽസ് ഇല്ലേ, അതെനിക്ക് 2 പേർക്ക് വെച്ച് കൊടുക്കുമായിരിക്കും. അങ്ങനെ അത്രയും. പിന്നെ വേറെ അത് നോൺ വെജ് ഒന്നും ഇല്ല കേട്ടോ. നോൺ വെജ് എപ്പോഴോ ഒരു ദിവസം ഇതിൽ കൊടുക്കില്ല. നോൺ വെജ് ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. മിസ്റ്റേക്ക് ആണോന്ന് അറിയില്ല. ഇതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ സോറി ഇട്ടാം. അങ്ങനെ അവർക്ക് കൊടുക്കുന്നത്. സന്തോഷമല്ല, കാരണം ഇത് കാണുമ്പം ആൾക്കാർ പേടിക്കണം, ജയിലിൽ പോകാതിരിക്കണം. അപ്പോൾ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പേടിക്കണം ആൾക്കാർ, മനസ്സിലായോ? പിന്നെ ഇവരെ നോക്കുന്ന ഡോക്ടേഴ്സ്, പോലീസുകാർ എന്ന് വേണ്ട എല്ലാവരും ഡെയിലി മാസ്ക് ഫുൾ അവർ കവർ ചെയ്ത് ഇവിടം വരെ ഇവർ ഇട്ടേക്കുക. മാസ്കൊക്കെ ഇട്ടേക്കുക, ഫുള്ള് മാസ്കും ഇങ്ങനെ തലയൊക്കെ കവർ ചെയ്ത് വെച്ചേക്കുക. കണ്ണ് എല്ലായിടം, പോലീസുകാർ സഹിതം. കാരണം ഡോക്ടേഴ്സ്, നഴ്സുമാർ എല്ലാവരും. കാരണം ഇവർ ഒരിക്കലും ഇവരുടെ ആൾക്കാർ ഇന്ന പോലീസുകാരെന്ന് പറഞ്ഞാൽ ഇവരുടെ ഫാമിലിയൊക്കെ തട്ടില്ല. ഇവന്മാർ അത്ര ക്രൂരന്മാരാണ് ഇവരുടെ ആൾക്കാർ. അതുകൊണ്ട് അത്രയും റിസ്ക് എടുത്തിട്ടാണ് അടുത്ത പോലീസുകാർ ഇവരെ നോക്കുന്നത്. പിന്നെ ഫുൾ CCTV. പിന്നെ ഇവന്മാർ കിടക്കുന്നതിൻ്റെ മുകളൊക്കെ ഇങ്ങനെ അറയാണ്. അതും ഇങ്ങനെ സ്റ്റെയിൻലെസ് സ്റ്റീലായിരിക്കാം, നല്ല കട്ടിയുള്ള സ്റ്റീലായിരിക്കാം. അതിലേ കൂടി ഇങ്ങനെ പോലീസുകാർ ഇങ്ങനെ എപ്പോഴും നടക്കും.
ഫുള്ള് CCTV, അവന്മാരെ ഫുള്ള് CCTV കാണുന്നുണ്ട്. പിന്നെ അവന്മാർ പോകാതിരിക്കാനായിട്ട് നല്ല ഇരുമ്പിൽ, നല്ല മറ്റേ കമ്പിയില്ലേ, കമ്പിയിൽ കൊരുത്ത വലിയ ഇത് മതിൽ ബാക്ക് അതിൻ്റെ മുന്നിലുണ്ട്, അതിൻ്റെ ബാക്കിലാണിത്. എന്നിട്ടോ പിന്നെ ഇതിന് കറണ്ടും പാസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ജയിലിൽ ചാടാതിരിക്കാനായിട്ട്. അപ്പോൾ ജയിലിൽ ചാട്ടവും നടക്കില്ല, ഒന്നും നടക്കില്ല, അവന്മാരുടെ ഒരു ഉടായ്പ നടക്കില്ല. പിന്നെ വക്കീൽ ജഡ്ജിയായിട്ടൊക്കെ സംസാരിക്കണമെങ്കിൽ വീഡിയോ കോളിലൂടെ മാത്രം. അതുവരെ കയ്യിൽ വലിയ ചങ്ങലയൊക്കെ ഇട്ടുകൊണ്ടാണ് പോകുന്നതൊക്കെ തന്നെ. എന്നിട്ട് കൊണ്ടുപോയിട്ട് ഇവരെ ഇരുത്തി പിന്നെ വീഡിയോ കോളിലൂടെ മാത്രമാണ് ജഡ്ജി വക്കീലൊക്കെ ആയിട്ട്, ഒരു വക്കീലൊക്കെ സംസാരിക്കണമെങ്കിൽ അങ്ങനെ ഇരുത്തിയാണ് അവരെ സംസാരിപ്പിക്കുന്നത്. അവരാരെയും നേരിട്ട് കാണാൻ ഇവർ അനുവദിക്കില്ല. കാരണം ഈ ഇവന്മാർക്ക് ആരാണ് ഈ പോലീസുകാരെന്നോ എന്താണ് അവരുടെ പേരുകളെന്നോ ഒരു എത്തും പിടിയില്ല. അത്രയും റിസ്ക് എടുത്താണ് അവിടുത്തെ പോലീസുകാർ ആ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്നതെന്ന് ഓർക്കണം. അതായത് ഈ പറഞ്ഞ സ്ഥലത്ത് നിന്ന് സാൽവഡോർ എന്ന സ്ഥലത്ത് നിന്ന് 70 കിലോമീറ്റർ അകത്താണ് ഈ ജയിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഡേഞ്ചറായ അക്രമാസക്തമായ ആൾക്കാരും ഏറ്റവും വലിയ കൂടുതൽ പിന്നെ കഷ്ടം അനുഭവിക്കുന്നത്, കഷ്ടമെന്ന് പറയാൻ പറ്റില്ല, നമ്മൾ അടിപൊളി ജയിലൊക്കെ ഇല്ല, ഇവന്മാർക്ക് പണിക്കൊന്നും കൊണ്ടല്ല, അവിടെ കിടന്നാൽ മതിയല്ലോ. എന്നാലും ഇവന്മാർ അതിനകത്ത് തന്നെ കിടക്കുക എന്ന് പറയുന്നത് ഒരു ഇത് തന്നെ ഒന്ന് ഓർത്ത് വയ്ക്കുകയാണേ. ഇവന്മാർക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല, ഒരേ കിടത്ത, അതിനകത്ത് ഒരേ ഇരുത്തം, കാണാനൊക്കെ നല്ല സ്റ്റൈലുണ്ട്. പക്ഷെ എന്താക്കാനാ ചേട്ടന്മാർ, അവിടെ കിടന്നോ. നമ്മളെ നാട്ടിൽ ഇതുപോലെയൊക്കെ വരണം, എന്നാലേ ഈ അക്രമാസക്തങ്ങളൊക്കെ ഒന്ന് കുറയുള്ളൂ. ഇവന്മാരെ ഒന്നും വിടണ്ട. ഞാനിപ്പോൾ ഇറങ്ങി വരുമെന്ന് പേടിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇറങ്ങി വരാൻ പറ്റാണ്ടാവുമ്പം അവിടെ കിടന്നോളും. കൊള്ളയും കൊലയും കുട്ടികളെ ദ്രോഹിക്കുന്നവന്മാരെയൊക്കെ അങ്ങ് ചെത്തി കളഞ്ഞേക്കണം.